പുലർച്ചെ ഞാനും സംസയ്ക്ക് 6 മണിക്ക് വന്നതല്ലോ. ഇപ്പോൾ 11:30 മണിയായി. ഇത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മണിട്ട് ആകെ കയറിയതോ 5-6 തെങ്ങ്. 6 മണിക്ക് വന്നിട്ട് കയറിയത് 5-6 തെങ്ങാണ്. ഇതെന്തായാലും സംഭവം ഇവിടെ ഓരോരുത്തർ മരണപ്പെട്ട പോയവരുടെ സ്ഥലങ്ങളതൊക്കെ അനവധി ആൾക്കാർ ലോകത്തോട് വിട പറഞ്ഞു പോയ സ്ഥലങ്ങൾ. ഇവിടെ ഒരു 2-3 തെങ്ങുണ്ട്. അവിടെ അങ്ങോട്ട് ആ തെങ്ങ് ഇതാ അവിടെയാണ് ഞാൻ പറയാം ഡേഞ്ചർ പിടിച്ച തെങ്ങ് എന്ന് പറഞ്ഞത്. അങ്ങനെ നടന്നില്ല ഞാൻ അങ്ങോട്ട് വരാം. കണ്ടില്ലേ ഇത്ര ആൾക്കാർ ഇങ്ങോട്ട് കാണി. ഇതാണ് പറഞ്ഞത്, പൊന്നാര മക്കളെ, ലോകത്തോട് തെറ്റൊന്നും ചെയ്യേണ്ട, നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും മുഖത്തോട് വിട പറഞ്ഞ് പോവുക. ഇവിടെ കാണി ഓരോരുത്തരുടെ എല്ലും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ച് നടക്കണം. ഇവിടെയൊക്കെ തലകുട്ടി കിടക്കണതാണ് അവിടെ ഇവിടെയൊക്കെ. ഇതാണ് ഇങ്ങോട്ട് തെങ്ങൊക്കെയാണ്. ഇത് ഭയങ്കര അപകടം പിടിച്ച തെങ്ങാണ്. ഇവിടെ കാണി തെങ്ങ് ഏത് സമയത്തും കേടാൻ നിൽക്കണത്, എപ്പോഴാണ് വീഴൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെ തലവട്ടിയൊക്കെയാണ്. അത് എല്ലാം ഈ കിടക്കണം, തലവട്ടിയാണ് ഈ കിടക്കുന്നത്. ഇതിലെങ്കിലും അങ്ങനെ ഒരുപാട് ഈ കിടക്കണമൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് പിടുത്ത് കാണിക്കാൻ നേരമില്ല. എന്തായാലും ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് കാലം ജീവിക്കുള്ളൂ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരും തെറ്റ് ചെയ്യാതെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് മടങ്ങിപ്പോയാൽ എല്ലാവർക്കും ഉണ്ട് അവിടെ സ്വർഗം. ഇവിടെ എന്തൊക്കെ നല്ലത് ചെയ്തോ അതേമാതിരിയാണ് അവിടെ ഉണ്ടാവുക. അവിടെ പടച്ചോനക്ക് എല്ലാവരും കണക്കാണ്. പടച്ചോൻ്റെ കണ്ണിൽ ഹൃദയം നന്നാക്കി വെച്ചവനക്ക് ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഈ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. പിന്നെ ഇപ്പം എങ്ങനെ കിടക്കുകയാണാവോ ശ്രദ്ധിക്കണത്. ഓരോ മനുഷ്യൻ്റെ സ്ഥലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളതൊക്കെ എല്ലാവരും പടച്ചോൻ കാക്കട്ടെ. ഇതിനൊക്കെ മുറിഞ്ഞ് കിടക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ പോകുന്നൊരു പിടുത്തമില്ലാണ്ട് ഞങ്ങൾ ഓരോ മനുഷ്യനും ഈ ലോകത്തോട് വിട പറഞ്ഞ് പോയിക്കാണ്. ഇവിടെയൊക്കെ നല്ല പോലെ ജീവിക്കുക, ഒരു തെറ്റും ചെയ്യാതെ കുറച്ച് കാലം ജീവിക്കുള്ളൂ. നമ്മൾ വിചാരിക്കും ഭൂമിയിൽ കണ്ണ് നോക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് എന്താ അറിയോ, ഈ ഭൂമി നമുക്കിട്ട് പിടിച്ചെടുക്കാം. ഭൂമി ഒന്നുമില്ല നമുക്കായി കിടക്കണ 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ തെറ്റ് ചെയ്യാതെ എല്ലാവരും ഹിന്ദുവായി മുസ്ലിമായി നല്ല മനുഷ്യന്മാരുമായി ഹൃദയത്തിൽ ചേർത്ത് വെക്കുക. ഓരോരുത്തരുടെ പ്രയാസം കാണുമ്പോൾ അവരൊക്കെ സഹായിക്കുക. ആരും വേദനിപ്പിക്കാതെ ലോകത്തോട് വിട പറഞ്ഞ് പോയാൽ പടച്ചോൻ എല്ലാവർക്കും അവിടെ ചെന്നാൽ പടച്ചോൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇരിക്കാനുള്ള സൗകര്യമാണ്. നമ്മൾ ആരും ഇപ്പം ഞാനിപ്പോൾ ഒരു ഉമ്മയുടെ വയറ്റിൽ പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ചാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്ത്. ഒരു മുസ്ലിമായ ഉമ്മയുടെ വയറ്റിൽ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഉമ്മപ്പം എന്താ പറഞ്ഞത്, ഓനെ ഇതാണ് അള്ളാഹ്, ഇതാണ് എൻ്റെ റസൂൽ, നീ നബിയുമായി പിൻപറ്റി ജീവിച്ച് പോരുക. അതാണ് അതിൻ്റെ ഒരു ഹൈന്ദവ സഹോദരൻ്റെ സ്ത്രീയുടെ വയറ്റിൽ ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞു വീണ ആ കുട്ടികളെന്ത് ചെയ്ത്. അപ്പോൾ അവരവരുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും പറയണ മോനെ ഇതാണ് നിൻ്റെ ദൈവം, ഈ ദൈവത്തെ പിൻപറ്റി ജീവിച്ച് പോവുക. അപ്പോൾ തെറ്റൊന്നും ചെയ്യാതെ ഈ നല്ല രീതിയിൽ എല്ലാവരും സ്നേഹത്തോടെ കണ്ടുമുട്ടുന്നവരൊക്കെ ഒരുപോലെ ചായയും മധുരമൊക്കെ കൊടുത്ത് നല്ല സ്നേഹത്തോടെ ലോകത്തോട് വിട പറഞ്ഞ് പോവുക. ഇതൊക്കെയാണ് മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കണം. അതുമായിട്ട് പോയാൽ മതി. പിന്നെ ഉള്ളതൊക്കെ പടച്ചോ നോക്കിക്കോളും. അല്ലാതെ ആരും ദ്രോഹിക്കാൻ നിൽക്കണ്ട. എന്താ പറയുക, വെയിൽ നോക്കാൻ വെയിലിൻ്റെ കടുപ്പം കൊണ്ട് കഴിയുക. ഉറുമ്പിൻ്റെ കടിയും കടന്നലിൻ്റെ കുത്തും ഒക്കെപ്പാടെ സഹിക്കാൻ വയ്യ. ഭയങ്കര ജീവിത ബോംബെയിൽ. ഇവിടൊക്കെ എന്ത് പാട്ടാണ് ഞാൻ പാടുക. ഹൃദയം പൊട്ടുന്ന ഒരു പാട്ട് വേണം. ഞാനൊരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ തെറ്റ് ചെയ്യില്ല. പടച്ചവനോട് ഇവിടെ ബോംബെയിൽ ഇത്ര കൊല്ലമായി, 40 കൊല്ലമായി ഞാൻ ആരും വേദനിപ്പിച്ചിട്ടില്ല. ഏത് പാട്ടപ്പോൾ പാടാറപ്പേ നല്ലൊരു ഹൃദയത്തിൻ്റെ വരികൾ പാടണമല്ലോ. എന്തായാലും ആലോചിച്ചോക്കട്ടെ. ഇതുവരെ ഞാനോരോ കുറ്റവും ചെയ്തില്ല, ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല. ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തില്ല, ഇവിടെ പിറന്നതും ഞാൻ ചെയ്ത തെറ്റല്ല. എന്തായാലും എല്ലാവരും കാത്തിരിച്ചിക്കട്ടെ. ഞങ്ങളെ പണി തുടങ്ങട്ടെ വേഗം ഇൻഷാ അല്ലാഹ്. ഇന്ന് 10/5/2025 ഈ ശനിയാഴ്ച ദിവസമാണ്. എന്തായാലും ഇവിടെ കഴിഞ്ഞ് ഇഞ്ചറി ഞങ്ങൾ 12 മണിയാകുമ്പോൾ ഞങ്ങളെ പണി തീരുട്ടോ. ഓക്കെ, നമുക്ക് സബ്സ്ക്രൈബും ലൈക്കൊന്നും ആരും തരുന്നില്ല. 2 ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതെങ്കിലും അത്